Happy birthday to you. Hello. Morning, Ache. Coffee ate? Coffee? Coffee ate da? കൊല്ലോ ഗായ്സ്, ഇന്ന് എനിക്ക് 25 വയസ്സായിരിക്കുന്നു ഗായ്സ്. അയ്യോ, ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയില്ല എന്ന് വേണ്ട. ഞാൻ രാവിലെ എണീറ്റു, വിഷ്ണു വന്ന് വിഷ് ചെയ്ത് അവൻ പിന്നെയും പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി. നമ്മളുടെ ഇവിടെ പാതിരാക്കാട്ട് കാവ് എന്ന് പറയുന്ന കളമശ്ശേരിയിൽ ഒരു അമ്പലമുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഒരു 7 ഫ്രൈഡേയ്സിൽ അവിടെ വെറ്റിലയും പാക്കും തട്ട് കൊടുത്തായിരുന്നു ഞങ്ങൾ. അത് എല്ലാവർക്കും അങ്ങനെ വിശ്വാസം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനും അങ്ങനെ വലിയ വിശ്വാസം അങ്ങനെയുള്ള ആളല്ല. പോസിറ്റീവ് എനർജിയിലും നെഗറ്റീവ് എനർജിയിലും ഒരുപോലെ വിശ്വസിക്കുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി. ആൻഡ് അവിടെ ചെന്നിട്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്, നല്ല തണുപ്പാണ്. എനിക്ക് ചില അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു അവിടെ ഒരു സ്മെല്ലും ഭയങ്കര കൂളിങ്ങും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തിരുവാലൂർ അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ ചെന്ന് നല്ല അടിപൊളിയാണ്. തിരുവാലൂർ അമ്പലം വന്നിട്ട് നമ്മളുടെ ശിവക്ഷേത്രമാണ്. ഇത് വന്നിട്ട് നമ്മളുടെ ദേവീക്ഷേത്രം പാതിരാക്കാട്ടുകാവ്. അവിടെ നല്ല അടിപൊളി കഞ്ഞി കിട്ടും. ജോലി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ രണ്ടുപേരും കൂടെ മാക്സിൽ ചുറ്റിപ്പറ്റി നിൽക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു, എന്തായാലും ഏട്ടൻ്റെ സർപ്രൈസ് കൊച്ചു പൊളിച്ച സ്ഥിതിക്ക് നമുക്ക് മന്തി കഴിക്കാം. അടുത്ത് നമ്മളുടെ പാതിരാക്കോഴി നല്ല അടിപൊളി മന്തി കിട്ടും. അവിടെ അൽഫാമായിരുന്നു എനിക്ക് ഏറ്റവും പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഏറ്റവും അവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പെരി പെരി അൽഫാം മന്തി ആയിരുന്നു. സൂപ്പറായിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ വിഷമിട്ട് പൊരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവനാണെങ്കിൽ അതിനിടക്ക് പോയി മുട്ട പൊരിച്ചതൊക്കെ കഴിച്ചു വീട്ടിൽ നിന്നിട്ട്. സ്വന്തമായ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാതിരുന്നവനാണ്. വിശന്നപ്പോൾ അവൻ്റെ രോദനം കണ്ടോ. നോർമലി ദേവുവിന് ഫുഡ് കഴിക്കാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം വേണം. പക്ഷെ മന്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോള് ചാടി വീഴും. സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കും. ഓരോ മറ്റേ നമ്മളുടെ മന്തിയിൽ സ്പൈസസ് ഒക്കെ ഇടുമല്ലോ, കുരുമുളകൊക്കെ ഇടുമല്ലോ, താനെ അതൊക്കെ ഓരോന്നോരോന്ന് എണ്ണിപ്പിറക്കി എൻ്റെ പ്ലേറ്റിലേക്ക് ഇടും. പക്ഷെ മന്തി, അച്ഛനും മോളും ഭയങ്കര സ്നേഹപ്രകടനാണ്. ഞങ്ങളിവിടെ പുഷ്പ എന്നാ ഫയർ അല്ലടാ ഫൈബറാടാ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ദേവു എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പുഷ്പ ഫിലിം കണ്ടതിന് ശേഷം ചരിഞ്ഞ് നടക്കുന്നു, ഇങ്ങനെ കൈവച്ച് താടിയിൽ തടവുന്നു. നാഗവല്ലി ഒന്നുകൂടി ചേട്ടൻ വന്നോ. ഇതൊരു വികാരമാണ് അളിയാ. സാധാരണ എനിക്ക് സ്പൈസി ഫുഡൊക്കെ കഴിച്ചാൽ എൻ്റെ മൂക്കിൽ നിന്ന് അപ്പൊലിക്കാൻ തുടങ്ങും. പക്ഷേ ഇല്ലേ, ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇവൻ പറഞ്ഞത് കാന്താരി മന്തിയും ഞാൻ പറഞ്ഞത് പെരി പെരി മന്തിയുമാണ്. അതിൻ്റെയാണ് ആ കാണുന്ന ഒലിക്കൽ. രാവിലെ ഓഫീസിലേക്ക് പോയി. ഇത് എനിക്കെൻ്റെ അഞ്ജുവും റോസും തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. നല്ലൊരു കുഞ്ഞ് ബട്ടർഫ്ലൈ ബ്രേസ്ലെറ്റും പിന്നെ ഒരു എന്താ പറയുക ഈവിൾ ഐയുടെ ചെയിനും.
നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊന്നും ഗിഫ്റ്റൊന്നും തരാറില്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആചാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ ഇത് കുഞ്ചൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. എൻ്റെ കൈ കിടക്കുന്ന ബ്രേസ്ലെറ്റാണ് റോസ് തന്നത്. ആൻഡ് ഈവിളായുടെ നെക്ക് ചെയിൻ നല്ല രസമാട്ടോ അത് കാണാൻ തന്നെ. നല്ലൊരു എന്താ പറയുക, ഡാർക്ക് ബ്ലൂ കളറിലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെയിനായിരുന്നു. നല്ല ഇருக்கு. ഇത് നീതുവിൻ്റെ ഗിഫ്റ്റാണ്, പേഴ്സ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീതു തന്നെ ഡ്രസ് കോഡൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതിന് നല്ല വൈറ്റ് കളർ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇത് മാത്രം കയ്യിൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു തന്നു. ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു നീതു. എന്താ ഫോട്ടോ ഫ്രെയിം പോലെ മനസ്സിലായി. എനിക്ക് മിഠായി എന്തോ ആയിട്ടാ തോന്നിയത്. ഫോട്ടോ ഫ്രെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബുക്കാണ് വായിക്കാത്ത അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുത്ത് വായന അറിയാത്ത അവൾക്ക് എഴുത്തും വായന അറിയുന്നവർക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കണ്ടേ കുട്ടാവും. വീഡിയോയിൽ കിട്ടിയില്ലേ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഒരാൾ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ. അതെ, എന്റെ വീട്ടിൽ ബന്ധമില്ലാത്ത സാധനമായി. ആൻഡ് ടൗമു എനിക്ക് നല്ല അടിപൊളി ഒരു ബാഗ് വാങ്ങി തന്നു. സൗമുവിൻ്റെ 2 ട്വിങ്സ് ബേബീസ് ഉണ്ട്, അവർ സെലക്ട് ചെയ്ത് തന്ന നല്ല ക്യൂട്ട് ബാഗായിരുന്നു. ആണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു വീക്കെൻഡും വിഷുവും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഹെവി ബ്ലോക്കായിരുന്നു ആലുവ ഫുള്ള്. ഇയാളെ ഹൈഡിയുടെ ഭയങ്കര കട്ട ഫാനാണ് കേട്ടോ. കാർട്ടൂൺ ഹൈഡിയിലെ നമ്മുടെ കൊച്ചു ടി വിയിലെ ഭയങ്കര കട്ട ഫാനാണ്. അതുകൊണ്ട് ഹൈഡി ഇങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കുറേ മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ തുണി പൊക്കണ ഏർപ്പാട്. നീ കണ്ടായിരുന്നാ ഈ ക്യാമറ പിടിച്ചിട്ടേ എതിരാനാൻ പോകുന്നേ തെന്നലെ മറക്കൂടയായി മുഖം മറക്കും മാമല്ല മട്ടിക്കാരപ്പായി മിഴിയെഴുതും കിനാക്കളെ കൊഞ്ചിച്ചും കൊഞ്ചിച്ചും നാരാട്ടാറുന്ന പാട്ടാണ്. പൊട്ടിക്കല്ലേ? താങ്ക് യു. മതിയാ? വെക്കട്ടെ, നമുക്ക് മുറിക്കാം. അങ്ങനെയല്ല, അമ്മ മുറിക്കട്ടെ. അമ്മ ആദ്യം മുറിക്കട്ടെ. പിടിക്കി പിടിക്കി. ശരി. ഹാപ്പി ബർത്ത്ഡേ എനിക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നേനെ കുത്തി കൊന്ന്. മതി മതി മതി. നീ നമുക്ക് വായിൽ വെച്ച് കൊടുക്ക്. നമുക്ക് വായിൽ വെച്ച് കൊടുക്ക്. കൊടുക്ക് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇത് ഇവിടെ വെക്കല്ലേ, വായിലേക്ക്. അത് വായിലേക്ക് വെച്ച് ഞാൻ വായിലേക്ക് വെച്ചോട്ടെ. തൊണ്ട എൻ്റെ ആത്മസുഹൃത്തിന് എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് 1000 ജന്മദിനാശംസകൾ. കൊള്ളാം, ഐ ലവ് യു. എനിക്കിഷ്ടപ്പെട്ട്.
എന്റെ ദേവ് കുഞ്ഞിന് ഇത് ദേവ് കുട്ടൻ സെലക്ട് ചെയ്തേണാ. ഏടാ എന്ത് രക്ഷോടാ. ഇതാരാ അമ്മ എഴുതിയേക്കണ? ഇത് അച്ഛയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അമ്മ ഓർഡർ ചെയ്തേനാ എന്നെ ഇഷ്ടം കൊണ്ടാണ്. ഇത് പീക്കിരി. ഇതാരാ അമ്മ എഴുതിയേക്കണ ഇവിടെ? അപ്പൊ ദേവ് എഴുതിയില്ലേ? എവിടെ എഴുതിയാ? ദേവാണ് എഴുതിയാ? ഇവിടെ ഒരു പേനയിങ്ങനെ ഐ ലവ് ഓണോടെ ചക്കര മുത്തേ. നമ്മളിത് ഓഫീസിൽ കൊണ്ടുപോയി എനിക്കനടാ മാറ്റട്ടെ. സോ പട്ടായപ്പ ഇതാണ് നമ്മുടെ മെയിൻ. ഇതാണ് നമ്മളുടെ സുഖമുള്ള ഒരു രീതി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാറ്റ് കിട്ടും, ഇവിടെ നിന്നും കാറ്റ് കിട്ടും, എല്ലായിടത്തും കാറ്റ് കിട്ടും. അതൊരു സുഖമുള്ള പരിപാടിയാണ്. നല്ല ഉറക്കം തന്നെ. ഈ കേക്ക് ഞാൻ തിന്നട്ടെ. അമ്മേ ദേടാ സാധനം എത്തി. യാ ഇതാണ് ഇന്നത്തെ പരിപാടി വിത്ത് BDF. അപ്പോൾ ബൈ ഫ്രം കേൾ ലൈഫ് സ്റ്റോറീസ്. എൻ്റെ 25th ബർത്ത്ഡേ വന്നിട്ട് നല്ല സൂപ്പറായിരുന്നു. ഞാൻ എപ്പോഴും നല്ല ഒരു ഓർമ്മയായിട്ട് എപ്പോഴും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡേ ആണ്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ആൻഡ് വിഷസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ടാറ്റാ ബൈ ബൈ.